ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. സൂപ്പർ ബമ്പർ co-powered by Parle Hide and Seek Choco Chip Cookies. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ. നമസ്കാരം. അയ്യേ, ഇത്ര കുഞ്ഞ് നമസ്കാരമൊന്നും പോരാ, എനിക്ക് വലിയ നമസ്കാരം വേണം. അത് പൊളിച്ചു. സി കേരളം സൂപ്പർ ബമ്പർ co-powered by പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിന്റെ ഇന്നത്തെ അംഗം പായിപ്പാട് മുക്കാഞ്ഞിരത്താണ്. ഇവിടെ ഒരുപാട് പ്രതിഭകളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നമ്മളെ ഇന്ന് ഇവിടെ വരുത്തിയതും ഇത്രയും ആളുകൾ ഇവിടെ കൂടിയതിനും ഒറ്റ കാരണമേ ഉള്ളൂ. ഇവിടത്തെ ക്ലബ് പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. ഒരു വലിയ നന്ദി നിങ്ങൾക്ക് ആദ്യം നേരുകയാണ്. നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ? എന്നാ പൊളിക്കല്ലേ? ഇന്നിവിടെ പൊടി പാറില്ലേ? അതാണ് ഈ മുക്കാഞ്ഞിരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ആരാ എനിക്കൊന്ന് പറഞ്ഞുതരാം മുക്കാഞ്ഞിരത്തിന്റെ പേര്? മുക്കാഞ്ഞിരം എന്നുള്ള പേര് എങ്ങനെ വന്നു? നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താണ് ചേട്ടന്റെ പേര്? എന്റെ പേര് മത്തായി. മത്തായി എന്നാണല്ലോ പേര്. ഇന്നസെന്റിന് മത്തായി എന്നുള്ള പേരുള്ളത്. ഇന്നസെന്റ് മത്തായി എന്ന പേരുള്ള സിനിമ ഏതാ? പെട്ടെന്ന് പറ. മാന്നാർ മത്തായി സ്പീക്കിംഗ്. ഞാൻ മാന്നാർ മത്തായി ആണത്? അല്ലല്ല. ഇത് ഏത് മത്തായാ? ഇത് മുക്കാരം മത്തായി. മുക്കാരം മത്തായി. ചേട്ടാ, എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഈ മുക്കാഞ്ഞിരം എന്ന പേര് വന്നത്? ഇവിടെ 3 കാഞ്ഞിരം ഉണ്ടായിരുന്നു. 3 കറക്റ്റ് 3 കാഞ്ഞിരം. ഒന്ന് നമ്മുടെ റോഡിന്റെ അവിടെ, ഒന്ന് ഇതിന്റെ പടിഞ്ഞാറ് വശം, ഒന്ന് കുന്നമ്പുറം ഭാഗം. അവിടെ ഇപ്പോഴും കൊച്ചുമുക്കാഞ്ഞിരം എന്നറിയപ്പെടും. അവിടെ ചെറിയ മുക്കാഞ്ഞിരാണോ ഉള്ളൂ? അതെ, കൊച്ചുമുക്കാഞ്ഞിരം ഇപ്പോഴും അറിയപ്പെടും. മൊത്തത്തിൽ മുക്കാഞ്ഞിരം എന്നറിയപ്പെടും. 3 കാഞ്ഞിര മരങ്ങൾ നിന്നിരുന്നു. അപ്പൊ ആ കാഞ്ഞിര മരങ്ങൾ എത്ര വലുതായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ എന്റെ മനസ്സിൽ. അപ്പൊ അത് അടയാളം വെച്ചിട്ടാണ് ഈ സ്ഥലത്തിന് മുക്കാഞ്ഞിരം എന്നുള്ള പേര് വന്നത്. എന്തായാലും ഈ മുക്കാഞ്ഞിരത്തിന്റെ ഉള്ളിൽ ഒരുപാട് മുത്തുകൾ ഉള്ളതുകൊണ്ട് നന്നായി നമുക്ക് ഇന്ന് ഇവിടെ തകർക്കാം. ഓക്കെ, അതെ. താങ്ക് യു ചേട്ടാ. താങ്ക് യു. 3 കാഞ്ഞിര മരങ്ങൾ ഉണ്ടായിരുന്ന മുക്കാഞ്ഞിരത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. എന്തായാലും നമ്മുടെ ഗെയിം, സൂപ്പർ ബമ്പറിന്റെ ഗെയിം തുടങ്ങാനുള്ള സമയമാണ്. 1000 മുതൽ 25,000 രൂപ വരെയുള്ള സമ്മാനങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് ആരാണ് കൊണ്ടുപോകുന്നത് എന്ന് നോക്കാം. എന്തായാലും നമുക്ക് ആദ്യത്തെ പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യത്തെ പരിപാടി ലോട്ടെടുക്കലാണ്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിയമങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ? കുഞ്ഞു നിയമങ്ങൾ കൂടിയുണ്ട് നമ്മുടെ ഈ ഗെയിമിന്. ഒപ്പം നല്ല ഗെയിമുകളായിരിക്കും. അതിൽ വീറും വാശിയോടും കൂടി എല്ലാവരും മത്സരിക്കണം. അപ്പോൾ അതിനു മുമ്പ് ഈ നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടി കേട്ടിട്ട് വന്നോളൂ. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25,000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000 രൂപയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇനി ലോട്ടെടുക്കാനുള്ള സമയമാണ്. ലോട്ടെടുത്ത് ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി ആരാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് കണ്ടുപിടിച്ചേക്കാം. എന്നിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേക്കാം. ലോട്ടെടുക്കാനായിട്ട് നമുക്കൊരു കുഞ്ഞുവാവേനെ വിളിക്കാൻ തോന്നുന്നു അല്ലേ? അമ്പടാ, സൂരജ് വാവേ വാടാ, തകർക്കാടാ. നീല ഷൂ, ബ്ലാക്ക് ഷർട്ട്, മൊത്തത്തിൽ പൊളിച്ചു. സൂരജ് വാവേ, ഹലോ. ആള് പേടിച്ചു വിറച്ചു തോന്നുന്നു. എന്നെ കണ്ടിട്ടാണോ? ഇവിടെ എന്താ സംഭവം എന്ന് ഇവിടുത്തെ കിട്ടല്ല. സൂരജ് ബാബേ, നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ എടുത്താലോ? എടുക്കാം, ബാ ചേട്ടൻ എടുക്കാം. അമ്പടാ, അടിപൊളി. ഇപ്പൊ ഓക്കെ ആയോ സൂരജ്?
സൂരജ് ഒന്ന് കാര്യം ചെയ്ത് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരെണ്ണം എടുത്തോ ഒരെണ്ണം എടുത്തോ. കൈയടിച്ചേ, കറക്റ്റ്, അടിപൊളി. താങ്ക് യു സൂരജ്. സൂരജിനൊരു നല്ല കൈയടി കൂടി കൊടുത്തേ. നമ്മുടെ സൂരജ് മോൻ ആണ് ഐശ്വര്യമായിട്ട് ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിയെ കണ്ടെത്തിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ബീന ലൈജോ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം. നമസ്കാരം ബീന. നമസ്കാരം. ബീന വന്ന വഴി ഫുൾ ഓളമാണല്ലോ. ഇവിടുത്തെ താരമാണ്. അതെ. മത്സരങ്ങളൊക്കെ പങ്കെടുത്ത് സ്ഥിരം സമ്മാനം അടിക്കുന്നത് ബീനയാണോ? എന്താ പറയാ, ഇവിടെ ഓണവും ക്രിസ്മസ് ഉണ്ടാവുമ്പോ എന്തായാലും പ്രതിഭ ആർട്സ് ഇവിടെ ഒരു പരിപാടി നടത്തുന്നുള്ള ഉറപ്പാണ് ക്ലബ്ബ്. അതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇവിടെയാണ് ആദ്യമായിട്ട്. അതെ. അപ്പൊ ഇന്ന് കഴിവ് തെളിയിച്ച അടുത്ത വർഷം മുതൽ അവർ ഭയക്കും ബീനനെ വിളിക്കാൻ തന്നെ. ഓക്കെ. അപ്പൊ നമ്മുടെ മത്സരത്തിന്റെ പരിപാടികളൊക്കെ അറിയാലോ. ആദ്യത്തെ ബീനയ്ക്കുള്ളത് 1000 രൂപയുടെ മത്സരമാണ്. 120 സെക്കൻഡ് സമയമാണ് ബീനയ്ക്ക് കിട്ടുക. ആ 120 സെക്കൻഡിലുള്ള നമ്മൾ തരുന്ന ടാസ്ക് പൂർത്തിയാക്കിയാൽ 1000 രൂപ ആദ്യം തന്നെ അങ്ങോട്ട് കയ്യിൽ തരും നമ്മള്. ആ 1000 രൂപയ്ക്ക് എന്തോരം വേണമെങ്കിലും പുട്ടും കടലയും വാങ്ങി കഴിക്കാം നമുക്ക്. റെഡി അല്ലേ? ബീനയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ ഇരിക്കുന്നേ. ഏതാ കുഞ്ഞുങ്ങള്? കുഞ്ഞുങ്ങളെ കൈവക്ക്. അടിപൊളി. എന്താ പേര് ഇവരുടെ? മോളുടെ പേര് ജെനി, മോന്റെ പേര് ജോഹാൻ. ജോഹാൻ ജെനി, കിട്ടിലും പേരാണല്ലോ. നല്ല നമ്മള് ജോഹാനും ജെനിക്ക് നല്ലൊരു കൈഡി കൊടുത്തേ. മോളുടെ പേര് സെലക്ട് ചെയ്ത എന്റെ ഹസ്ബൻഡ് ആണ്. ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞില്ല. ലിജു. നമ്മള് നേരത്തെ വിളിച്ചാണല്ലോ. ലിജു എവിടെയാണ്? ലിജു, ലിജുവിനൊരു കൊടുക്ക. അതാണ്. അപ്പൊ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ആദ്യം തന്നെ ഏതാണ് ഗെയിം എന്നുള്ളത് ലോട്ട് എടുക്കണം. നമുക്ക് അതിലേക്ക് കിടന്നാലോ? അപ്പോ ബീനയ്ക്കുള്ള ആദ്യത്തെ പണി കൊടുക്കാൻ നമുക്ക് അങ്ങോട്ട് തയ്യാറായേക്കാം. ബീന അത് ചാടി കയറി എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കാണ്. വേറെ കാര്യം അറിയാമോ? ഇതാണ് നമ്മുടെ പണപ്പെട്ടി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് കാശ് കിട്ടണമെങ്കിൽ ആ പണിപ്പെട്ടിയിൽ നിന്ന് പണിയെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. എടുത്താലോ നമുക്ക് എന്നാ? ഒന്നും നോക്കണ്ട, അതിൽ നിന്ന് ഐശ്വര്യമായിട്ട് ഒരെണ്ണം അങ്ങോട്ട് എടുത്തോ. അതെ, കർത്താവ് എന്തായാലും കാക്കും. ആഹാ, ഇത് നമ്മുടെ ദിലീപേട്ടന്റെ പഴയൊരു സിനിമയുടെ പേരാണല്ലോ ഈ ഗെയിം എന്ന് പറയുന്നത്. എന്തായാലും ബീനയുടെ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് പറക്കും തളിക. അപ്പോ ബീന ചേച്ചിക്കുള്ള മത്സരം പറക്കും തളിക ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഗെയിം എന്താന്ന് പറഞ്ഞു തരട്ടെ. ഗെയിം എന്ന് പറയുന്നത് ആയിരിക്കുന്ന ഡിസ്ക് അതിലേക്ക് പറത്തി എത്തിക്കുക എന്നുള്ളതാണ് ഗെയിം. 120 സെക്കൻഡ് ആണ് സമയം. 1000 രൂപയാണ് സമ്മാനം. ഈ 120 സെക്കൻഡിനുള്ളിൽ 15 എണ്ണം അതിലെത്തിക്കുക. റെഡി അല്ലേ? പറ്റില്ലേ? ഉറപ്പാണ്? എന്നാ നമുക്ക് നോക്കാം. ബീന ചേച്ചിയുടെ മത്സരം ഇവിടെ ആരംഭിക്കുക. ഇവിടെ കയറി നിന്നോ, ഒന്നും നോക്കണ്ട. ഇതിന്ന് ഓരോന്നായിട്ട് അവിടേക്ക് എത്തിക്കുക. ഓക്കെ, ബീന റെഡി അല്ലേ? റെഡി? 1 2 3 സ്റ്റാർട്ട്. കൈയടിച്ചോ. നന്നായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ചേ. കിട്ടും. കുറച്ചും കൂടി താഴ്ത്തി ശ്രമിച്ചു. കിട്ടും. ശ്രമിച്ചുകൊണ്ടേയിരുന്നോ? എന്തായാലും നമുക്ക് 120 സെക്കൻഡ് സമയമുണ്ട്. അത് ഇഷ്ടംപോലെ സമയമാണ്, ഒരു കുഴപ്പമില്ല. 1 2 3 വീണില്ല. ടെൻഷൻ വേണ്ട, സിമ്പിളാണ്, നടക്കും. പയ്യട്ടോ, നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തോ. ഒന്ന് നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. 3 4 കിട്ടും. 40 സെക്കൻഡ് കഴിഞ്ഞു. ടെൻഷൻ ഒന്നും വേണ്ട. ശ്രമിച്ചോ. കിട്ടും. ധൃതി വേണ്ട, അത്ര ധൃതിയിൽ ചെയ്യണ്ട. ഒന്നും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും. നേരത്തെ വീഴ്ത്തിയ പോലെ തന്നെ. പോട്ടെ. കിട്ടും. നന്നായിട്ടൊന്ന് കഴിച്ച് പ്രോത്സാഹിപ്പിച്ചേ. 60 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ കുറച്ചൊക്കെ വീണ്ടും എടുത്ത് കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് ഇപ്പൊ തന്നെ എടുത്ത് കൈപ്പിടിച്ചേക്കാം. ശ്രമിച്ചോ. കിട്ടും. ഒരെണ്ണം കൂടി വിടൂ. അടിപൊളി. 7 8 കിട്ടും. 9
ഒന്ന് നന്നായിട്ട് കൈയടിച്ചേ നിങ്ങള്. നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചേ കിട്ടും. $80 സെക്കൻഡ് ആയിട്ടുണ്ട്. 80 സെക്കൻഡ് ആയിട്ടുണ്ട്. 80 സെക്കൻഡ് ആയിട്ടുണ്ട്. ഒന്നും കൂടി സ്ലോ ആയിട്ട് സംസാരിക്കും. അതിലേക്ക് ഉന്നം പിടിച്ചിട്ട് ചെയ്ത് നോക്കി. 10 എത്തിച്ചു. 10 എത്തിച്ചു. അടിപൊളി. ഒന്നും നോക്കണ്ട, വിക്കിക്കോ. നന്നായിട്ടൊന്ന് കൈയടിച്ചേ. നന്നായിട്ടൊന്ന് കൈയടിച്ചു കൊടുത്തേ. 11. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. 11. പതിയെ ചെയ്താൽ മതി. 12 എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. 12. കിട്ടും. 13. 14. ഒരെണ്ണം കൂടി. കിട്ടും. അടിപൊളി. കിട്ടിലൻ. 15 എത്തിച്ചിരിക്കുകയാണ് ബീന. നല്ലൊരു കൈയടി കൊടുത്തേ. 1000 രൂപ ചുമ്മാ സിമ്പിളായിട്ട് പറത്തിയെടുത്തേക്കാണ്. 1000 രൂപ സ്വന്തമായല്ലോ തുടക്കം തന്നെ. താങ്ക് യു. എന്ത് സ്നേഹത്തോടു കൂടി പറഞ്ഞേ. നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് ഇവിടെ മറ്റു പലരും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. 1000 രൂപ 2000 ഒക്കെ കിട്ടിക്കഴിയുമ്പോ ചെലവ് എന്തായാലും നിങ്ങൾ ചോദിക്കില്ലേ? ഞാൻ എന്തായാലും 1000 രൂപയോട് കൊടുത്താലോ? അല്ല, ഞാൻ കൊടുക്കുന്നതിലും നല്ലതേ നമ്മുടെ സി കേരളത്തിലെ സീരിയൽസ് ഒക്കെ കാണാറുണ്ടോ? ചെമ്പരത്തി കാണാറുണ്ടോ? കാണാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചെമ്പരത്തിയിലെ ഒരു സുന്ദര കുട്ടപ്പൻ വന്നിട്ട് ഇപ്പൊ 1000 രൂപ തന്നാൽ എങ്ങനെയിരിക്കും? ഭയങ്കര സന്തോഷമായിരിക്കും. അതെനിക്കറിയാലോ, എന്തായാലും സന്തോഷമായിരിക്കും. അപ്പോ നമ്മുടെ ബീന ലിജുവിന് ആദ്യത്തെ 1000 രൂപ സമ്മാനം കൊടുക്കാനായിട്ട് ചെമ്പരത്തി സീരിയലിലെ ആനന്ദകൃഷ്ണൻ ഇപ്പൊ ഇവിടെ വരുത്തി എനിക്ക് എന്ത് തരും? 1000 രൂപ എനിക്ക് തരൂ. തരാൻ പറയാനൊരു മടി. കപ്പലുമയത്തവും വരണണ്ട. ഞാൻ പറഞ്ഞില്ലേ, വരണടാ. ആനന്ദകൃഷ്ണ, ഒരിക്കൽ കൂടി നമസ്കാരം. വെൽക്കം ടു സൂപ്പർ ബമ്പർ. താങ്ക് യു. ചെമ്പരത്തിയിൽ നിന്ന് സൂപ്പർ ബമ്പറിൽ എത്തുമ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. ഓക്കെ, കാരണം കുറച്ച് നാളുകളായിട്ട് ചെമ്പരത്തിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ നാട്ടിലുണ്ട്. അത് ശരി. പായ്പാടിന്റെ ആള് അപ്പൊ കുറെ നാളായിട്ട്. ഒരു നല്ല കൈഡ് കൊടുത്തേ. പായ്പാടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷമില്ലല്ലോ. അടുത്ത ഷൂട്ട് നടന്നിട്ട് ഇപ്പോഴാണ് ഇവിടുത്തെ നാട്ടുകാരെ കാണാൻ പറ്റിയത്. പക്ഷെ നാട്ടുകാർ സ്ഥിരം എന്തായാലും ആനന്ദകൃഷ്ണനെ കാണുന്നുണ്ട് അല്ലേ? ഒരു നല്ല കൈഡ് കൊടുത്തേ. ആനന്ദകൃഷ്ണന്റെ ഒറിജിനൽ നെയിം എന്താണ്? അതൊന്ന് പറയൂ. എന്റെ പേര് സ്റ്റെബിൻ എന്നാണ്. ഞാൻ അങ്കമാലിയാണ് സ്ഥലം. അങ്കമാലിക്കാരനാണ് കാശിന്റെ ക്ഷാമം തീർന്നടി. അതെ, ഞാനും അങ്കമാലിക്കാരൻ തന്നെയാണ്. അതെ, പക്ഷെ ഞങ്ങൾ എന്താണ് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് ഇങ്ങനെ. ഓക്കെ, അങ്കമാലിയിൽ എവിടെ ശരിക്കും സ്വദേശം? അങ്കമാലിയില് മഞ്ഞപ്ര എന്ന് പറയും. നമ്മുടെ മലയാറ്റൂർ പള്ളിയുടെ അടുത്താണ്. മലയാറ്റൂർ പള്ളിയുടെ അടുത്തായിട്ട്. ഇത് ആദ്യത്തെ സീരിയലാണോ അതോ? ഇത് എന്റെ രണ്ടാമത്തെ സീരിയലാണ്. ചെമ്പരത്തിയാണ് കൂടുതൽ ഇപ്പോ ഫേമസ് ആക്കിയതും ആളുകൾ കാണുമ്പോൾ തിരിച്ചറിഞ്ഞു പറയുന്നു തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. അതെ, ചെമ്പരത്തിയാണ് എനിക്ക് നല്ലൊരു ബ്രേക്ക് തന്നൊരു വർക്ക്. സി കേരളത്തിലാണ് ഒരു പ്രീമിയം പ്രൊജക്ട് ആയിട്ടാണ് നമ്മുടെ ചെമ്പരത്തി വരികയും ചെയ്യുന്നത്. ആണല്ലേ? ഓക്കെ, എന്താണ് പിന്നെ ചെമ്പരത്തിയുടെ വേറെ വിശേഷങ്ങൾ? ക്യാരക്ടറിനെ കുറിച്ച് പറയുക. എല്ലാവരും ഇനി കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും കാണട്ടെ. അത് ചെമ്പരത്തിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ബിസിനസ്സുകാരനായിട്ടാണ് ഞാൻ ഈ വർക്കിൽ വരുന്നത്. നമ്മുടെ എന്താ പറയാ, നരസിംഹം സിനിമയില് മോഹൻലാലിന്റെ നായികയായിട്ട് ഐശ്വര്യ ചേച്ചി, അനുധാരയാണ് ഇതിൽ എന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. മൂത്തപുത്രനായിട്ടാണ് ഞാൻ ഈ സീരിയലിൽ അഭിനയിക്കുന്നത്. മൂത്തപുത്രൻ ധൂർത്തപുത്രനാണോ അതോ നല്ല പുത്രനാണോ? നല്ല പുത്രൻ തന്നെയാണ്. നല്ല പുത്രനാണ് അല്ലേ? കണ്ടാലും പറയും അയ്യോ പാവം എന്ന് പറയാൻ തോന്നുന്നല്ലേ? അപ്പോ എന്തായാലും നമുക്ക് ആദ്യം ഒരു ചെറിയ ഡ്യൂട്ടി ഉണ്ട്, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം. ഇത് നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥിയാണ്. നമസ്കാരം. അപ്പൊ മത്സരാർത്ഥി 1000 രൂപ അടിച്ച് സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഡബിൾ സന്തോഷമാണ്. അപ്പൊ ഒരു 1000 രൂപ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ അങ്ങോട്ട് എടുത്ത് കൊടുത്തോളൂ. തീർച്ചയായിട്ടും. സ്റ്റെബിനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് സഹായിച്ചു തന്നിട്ട് 500 എനിക്ക് തരില്ലേ? തരാം. അതൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. എന്തായാലും എടുത്തോ. 1000 രൂപ എടുത്ത് ഐശ്വര്യമായിട്ട് നമ്മുടെ മത്സരാർത്ഥിക്ക് കൊടുത്തോളൂ. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച്. നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റ് ബീനയ്ക്ക് 1000 രൂപ കിട്ടിയിരിക്കുകയാണ്.
നമ്മുടെ സ്റ്റെബിൻ അഥവാ ആനന്ദകൃഷ്ണൻ 1000 രൂപ സമ്മാനമായി കൊടുക്കുന്നു. കൈയടിക്കേ. അപ്പൊ ഇനിയും ഇതുപോലെ ആയിരങ്ങൾ ഇവിടുന്ന് അടിച്ചോണ്ട് പോകട്ടെ. അതെ, താങ്ക് യു സർ. ആയിരങ്ങൾ അടിച്ചുകൊണ്ട് 1000 അല്ല 5000, 10000, 25000 അങ്ങനെ പോകും സംഭവങ്ങൾ. അതെ അതെ, മേളിലേക്ക് കയറി പോട്ടെ. 25000 ആണ് നമ്മുടെ സൂപ്പർ ബമ്പറിന്റെ ബമ്പർ പ്രൈസ് പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ആളെ കിടത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഗെയിമാണ് അത് ഇരിക്കുന്നത്. പണിപ്പെട്ടിയാണത്. സ്റ്റെബിൻ തന്നെ ഒരു കാര്യം ചെയ്യും, ഒരു പണിയും കൂടി എടുത്തു കൊടുത്തോ. കാശ് തന്നെ കൊടുക്കണം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ പണി ഏതാണെന്നുള്ളത് ഇതിൽ നിന്ന് സ്റ്റെബിൻ തന്നെ എടുത്തിട്ട് എനിക്ക് തന്നോളൂ, ഞാൻ ബാക്കി നോക്കിക്കോളാം. ശരി 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 ശരി. ഓക്കെ, താങ്ക് യു. അപ്പോ ബീനെ, ആനന്ദകൃഷ്ണനാണ് രണ്ടാമത്തെ പണി എടുത്ത് തന്നിരിക്കുന്നത്. ഇത് ചെറിയ പണിയായിരിക്കും, ഞാൻ അങ്ങനെ വലിയ പണി കൊടുക്കുന്ന ആളാണ്. സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓക്കെ. ഇത് ചെറിയ ഗെയിം തന്നെയാണ്. എന്തായാലും വളരെ വളരെ ചെറിയ ഗെയിമാണ്. ഈ യുദ്ധത്തിനൊക്കെ പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വീട്ടില് യുദ്ധം കൂടാറുണ്ടോ? ആരായിട്ടായിരിക്കും? സ്വാഭാവികമായിട്ടും ചേട്ടനായിട്ടായിരിക്കും. ഇവിടെ ലിജി ചേട്ടനായിട്ടായിരിക്കും. ഓക്കെ, ലിജി ചേട്ടാ, ഇന്ന് തിരിച്ചൊരു പണി ഇവിടെ ദൈവമായിട്ട് കൊടുത്തേക്കാണെന്ന് തോന്നുന്നു. ഈ ഗെയിം യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതെന്താണെന്നുള്ളത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറയാം, ടെൻഷൻ അടിച്ചോ. അതുവരെ സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parle Hide and Seek Choco Chip Cookies. Welcome back to C Kerala Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. ആനന്ദിന്റെ മറ്റു വിശേഷങ്ങൾ പറ. വേറെ എത്ര ക്യാരക്ടേഴ്സ് ആണുള്ളത്? വേറെ ആരൊക്കെയാണുള്ളത് ഈ നമ്മുടെ സീരിയലിലെ ചെമ്പരത്തിയിൽ? ഇതിൽ പ്രധാനമായിട്ടും ഞങ്ങളൊരു 3 പേരാണ്. അഖിലാണ്ടേശ്വരി, ആനന്ദ്, അരവിന്ദ്. പിന്നെ ഇവരെ 3 പേരെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥകളാണ്. പിന്നെ എന്റെ നായികയായിട്ട് വരുന്ന കല്യാണി. അമല ഗിരീശൻ എന്ന് പറയുന്ന ആളാണ് ക്യാരക്ടർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ 4 പേരുടെ ഇടയിൽ നടക്കുന്ന ഇമോഷൻസ് ആണ് നമ്മുടെ ഈ സീരിയൽ എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോ എന്തായാലും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കുള്ള ഒരു വിരുന്ന് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ചെമ്പരത്തി. അതെ, തീർച്ചയായിട്ടും. അതെ, നമ്മൾ സാധാരണ ചെമ്പരത്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീടിന്റെ പറമ്പിലൊക്കെ മൂലയ്ക്ക് നിൽക്കുന്ന ഒരു ചെടിയായിരിക്കും. അതെ, പക്ഷേ ഈ നമ്മുടെ ചെമ്പരത്തി അങ്ങനെയല്ല. നമ്മുടെ വീടിന്റെ എന്താ പറയാ, ഏറ്റവും പ്രധാനമായ അകത്തളത്ത് നടാൻ പറ്റിയ, അല്ലെങ്കിൽ കാണുന്നവരുടെ മനസ്സിൽ നടാൻ പറ്റിയ ഒരു ചെമ്പരത്തിയായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അടിപൊളി, അടിപൊളി. അപ്പൊ ചേച്ചിമാരൊക്കെ എന്തായാലും കാണില്ലേ? ഇത് ഞാനല്ല ചോദിക്കേണ്ടത്, ശരിക്കും ആനന്ദകൃഷ്ണൻ ചോദിക്കട്ടെ. ഞാൻ ചോദിക്കാനൊരു ഗ്യാപ്പ് തരുന്നില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, റേഡിയോ പോലെയാ. ചോദിച്ചോളൂ, എന്തായാലും നേരിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കാണണം. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ വൈകുന്നേരം 7 മണിക്ക്. ബീന, എന്തായാലും ബീനയ്ക്ക് ഒരു സമ്മാനം അനന്തകൃഷ്ണൻ തന്നതല്ലേ, തിരിച്ച് ഒരു കുഞ്ഞു സമ്മാനം നമ്മുടെ അനന്തകൃഷ്ണൻ ബീനയും കൊടുത്താൽ നന്നായിരിക്കും. ഒരു പാട്ട് പാടി കൊടുക്കാമോ? റെഡിയാണ്. അപ്പോ ഒരു സമ്മാനം തിരിച്ചും. അടിപൊളിയാണ്. അടിപൊളി, നല്ലൊരു കൈ കൊടുത്തേ. ഇതിനുള്ള മറുപടി അനന്തകൃഷ്ണൻ തന്നെ പറയട്ടെ സോങ്ങിനെ കുറിച്ച്. നന്നായിരുന്നു. ഇനി എന്തായാലും നമുക്ക് ആൾക്കുള്ള ഗെയിം പറയാനുള്ള സമയമാണ്. അപ്പോ ഇവിടെ വന്നതിന് ഒരുപാട് സന്തോഷം. ഷൂട്ടിംഗ് തിരക്കിലാണെന്നറിയാം, വീണ്ടും ആ ഷൂട്ടിംഗ് സെറ്റിലേക്കാണ് പോകുന്നതെന്ന് അറിയാം. അപ്പോ അനന്തകൃഷ്ണന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഉയർന്നു 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 വരട്ടെ. എല്ലാ നാട്ടുകാർക്കും എന്റെയും എല്ലാവിധ നന്ദിയും, എന്റെ പേരിലും ഞങ്ങളുടെ ചെമ്പരത്തി ടീമിന്റെ പേരിലും. നമ്മുടെ അടുത്ത് തന്നെയാണ്, പാലക്കാത്തകടിയിലാണ് നമ്മുടെ ഷൂട്ട് നടക്കുന്നത്. ഞാൻ ഷൂട്ടിന്റെ ഇടയ്ക്ക് നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാനിപ്പോൾ ഉടനെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ നമ്മുടെ ബീന മത്സരത്തിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. രണ്ടാമത്തെ മത്സരം. അപ്പൊ യുദ്ധത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ യുദ്ധം എന്ന് പറയുമ്പോൾ അതിൽ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് ഗദയാണ്. ഈ ഗദായുധം എന്ന് പറയുന്നതേ, ഒരു ഗദ ബീനയുടെ കയ്യിൽ തരും. ബീനയുടെ ഫ്രണ്ടിൽ ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിത്തീനെ നമ്മൾ ഇരുത്തും. അയാളുടെ തലയിൽ ഒരു ബോൾ വെക്കും. തല തല്ലി പൊളിക്കരുത്, ബോൾ തല്ലി തെറിപ്പിച്ചേക്കണം. നേരെ ഓപ്പോസിറ്റ് നമ്മൾ വേറെ ഒരു ഫ്രണ്ടിനെ കൂടി നിർത്തും. ആ ഫ്രണ്ടിന്റെ കയ്യിൽ ഒരു ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടാകും. അതിലേക്ക് ഈ ബോൾ അടിച്ചെത്തിക്കുക എന്നുള്ളതാണ് ഗെയിം. നമുക്ക് തുടങ്ങാം. ബീനയുടെ രണ്ടാമത്തെ ഗെയിം ഗദ യുദ്ധം. ബീന ഇവിടെ ഗതയൊക്കെ പിടിച്ച് റെഡി ആയിട്ട് നിൽക്കാണ് 2000 രൂപയുടെ ഗെയിം ഇറക്കാൻ. ഇതിപ്പോ കണ്ടു കഴിഞ്ഞ് മിക്കവാറും ലിജിച്ചേട്ടൻ കേരളം വിട്ട് ഓടാൻ സാധ്യതയുണ്ട്. ഈ ഗതയൊക്കെ കൊണ്ട് വീട്ടിലേക്ക് വരാണെങ്കിൽ പ്രശ്നമാവല്ലോ എന്ന് മേടിച്ചിട്ട്.
പിന്നെ ദേ 2 പേര് ആളെ സഹായിക്കാൻ റെഡിയായിട്ടുണ്ട്. മൂന്നാമത് വേറൊരാളും കൂടി സഹായിക്കും. ഇത് നമ്മുടെ ബീന ചേച്ചിയുടെ തന്നെ മോളാണ്. ആള് വന്നിരിക്കുന്നത് നിലത്ത് വീണ് പോകുന്ന ബോളുകൾ പറക്കി കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, നമ്മുടെ കയ്യിൽ 100 സെക്കൻഡാണ് സമയമുള്ളത്. ഈ 100 സെക്കൻഡ് സമയത്തിനുള്ളിൽ 5 എണ്ണമെങ്കിലും അതിലെത്തിക്കണം. ഓക്കെ, റെഡി അല്ലേ? അപ്പോഴാണ് നമ്മൾ 2000-ന്റെ ഇത് പാസ്സാവുള്ളൂ. തുടങ്ങാം. എല്ലാവരും റെഡി അല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. 1 ഫസ്റ്റ് തന്നെ അടി, സിമ്പിളായിട്ട് എടുത്തോ, അടിച്ചോ, വെച്ചോ. അടുത്തത് സമയം കളയണ്ട. 2 അത് ശരി. ഇത് മിക്കവാറും കൂടുതൽ എണ്ണം കൊടുക്കേണ്ടി വരുന്നു തോന്നണേ. മോളെ നിലത്തൊരെണ്ണം പോലും വീഴണല്ലോ മോൾക്കെടുക്കാൻ. 3 അച്ചടാ. ഒരു കാര്യം ചെയ്തേ, ഇത് പറഞ്ഞെടുത്ത് അമ്മയുടെ കൈക്കൂട്ടേ കൊടുത്തു അടുത്തത് കേട്ടോ. ഞങ്ങളുടെ കാശ് പോയതൊക്കെയാണ് എല്ലാരും പറയണത്. അടിച്ചോ, ധൈര്യമായിട്ട് അടിച്ചോ. സമാധാനം ഒരെണ്ണം. ഇത് അത് അവരെ കൊടുക്കുന്നുണ്ട്. അത് പോയി എടുത്തിട്ടോ, ഓടിപ്പോയി എടുത്തിട്ടോ. അത് തന്നെ. റെഡി 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 റെഡി. ഇത് വെച്ചോ, എന്നിട്ട് ഇവിടെ വന്നോ. റെഡി. അടുത്തത് 4 എണ്ണം ആയിട്ടുണ്ട്. നമ്മൾ മൊത്തം 5 എണ്ണത്തിന്റെ ടാസ്ക് ആണ് കൊടുത്തത്. 5 എണ്ണം. ബീന 2000-ന്റെ ഗെയിം ജയിച്ചിരിക്കുന്നു. അതായത് ഇത് 3000-ലേക്കുള്ള എൻട്രി ആണ് എന്നുള്ളത് അറിയാലോ അല്ലെ? 3000-ലേക്കുള്ള എൻട്രി ബീന നേടിയിരിക്കുന്നു. നല്ലൊരു കൈയ്യടി കൊടുത്തേ. ബീന അങ്ങനെ 3000-ലേക്കുള്ള എൻട്രി നേടിയിരിക്കുകയാണ്. സന്തോഷായില്ലേ? സന്തോഷായി. ഇനി 3000 സിമ്പിളായിട്ട് എടുക്കും തോന്നണം. കാരണം 2 ഗെയിമും വളരെ പുഷ്പം പോലെ ജയിക്കുകയായിരുന്നു. വീട്ടിൽ എന്തായാലും കാര്യമായ രീതിയിൽ യുദ്ധം ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു തീരുമാനമായി. ശരിയാണോ? ലൈജു ചേട്ടൻ ഭയങ്കര പാവമാണല്ലേ? ലിജു ചേട്ടൻ ഭയങ്കര പാവമാണല്ലേ? അച്ചോടാ, ഒരു നല്ല കൈയ്യടി കൊടുത്തത് നമ്മുടെ ലിജു ചേട്ടന്. നമുക്ക് അപ്പോ ഇനി 3000-ന്റെ ഗെയിം ഏതാണെന്ന് ലോട്ട് എടുത്താലോ? എടുക്കാം. വാ. ഈ ഗെയിം ഒരു തമിഴ് പാട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശരിക്കും ആ പാട്ടിലുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മൾ ഗെയിമായിട്ട് കൊടുക്കുന്നത്. മുതൽവൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിലെ ഒരു പാട്ടില്ലേ, ഉപ്പ് കറുവാട് സൂറവച്ചോറ്, ആ പാട്ടറിയോ? ഇച്ചിരി അറിയില്ല അല്ലെ? അതാ കുഴപ്പമില്ല. ആ പാട്ടില് അവര് രണ്ടാളും, അതായത് മനീഷ കൊയ്രാളയും അർജുനും ഒരു കോല് ഇങ്ങനെ വയറിൽ കുത്തി വെച്ചിട്ട് അവരൊരു ഡാൻസ് കളിക്കുന്നുണ്ട് ബാലൻസ് ചെയ്തിട്ട്. അതുപോലെ നമ്മൾ ഒരു സ്റ്റിക്ക് തരും, അതിലൊരു പാത്രം ബാലൻസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും. അത് ഇപ്പോൾ ഒരു ഫ്രണ്ടിനെയും കൂടി വിളിക്കും. നമ്മൾ ബാലൻസ് ചെയ്ത് പോയിട്ട് ഇവിടുന്ന് ഒരു ബോൾ അപ്പുറത്തെത്തിക്കുക എന്നുള്ളതാണ്, അക്കരെ എത്തിക്കുക എന്നുള്ളതാണ് ഗെയിം. ബീന 3000 രൂപ സിമ്പിളായിട്ട് മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും തോന്നുന്നതെന്ന് എനിക്കറിയാം. എന്തായാലും ബീനയുടെ ആ ഗെയിം ഉപ്പ് കറുവാട്. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ബീന റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതാണ് ഉപ്പ് കറുവാട്. ആള് ബാലൻസ് ഒക്കെ ചെയ്ത് നിൽക്കുകയാണല്ലേ? രണ്ടാളുടെ മുഖത്ത് ആ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതിന്റെ ആ ടെൻഷനും ബലംപിടുത്തമൊക്കെ ഉണ്ട്. ഇത്തിരി ബുദ്ധിമുട്ടാണ് ഗെയിം എന്നറിയാം. പക്ഷേ എങ്ങനെയെങ്കിലും ഇത് നമ്മൾ അക്കരെ എത്തിക്കണം. അപ്പോൾ ഗെയിം ഒന്നുകൂടി പറഞ്ഞുതരാണ്. ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വഴിക്ക് ഇരിക്കുക. എന്നിട്ട് ഇവിടെയുള്ള ബോളുകളിൽ 2 ഓരോന്നും ഇതെടുത്ത് ഇതിൽ വെക്കുക. നേരെ അവിടെ ഓറഞ്ച് ഉണ്ട്, അതും എടുത്ത് വെക്കുക. എന്നിട്ട് ആ ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി ഇടുക. അപ്പോൾ ഒരു ട്രിപ്പ് ആയില്ലേ, 4 ബോൾ അവിടെ എത്തി. അതുപോലെ തന്നെ ഒരു ട്രിപ്പും കൂടി പോയാൽ മതി. മൊത്തം 2 ട്രിപ്പ്. അതാണ് നമ്മൾ 3000 രൂപ വിജയിക്കാനുള്ള ഗെയിം എന്ന് പറയുന്നത്. 80 സെക്കൻഡ് സമയമാണുള്ളത്. അപ്പോൾ ഒരു 40 സെക്കൻഡ് കൊണ്ട് നമ്മൾ അവിടെ എത്തണം. അപ്പോൾ അടുത്ത 40 സെക്കൻഡിന് രണ്ടാമത്തെ ട്രിപ്പ് അവിടെ എത്തും. റെഡിയല്ലേ? പറ്റും. സ്മൂത്ത് ആയിട്ട് പോയി, അത് ടെൻഷനൊന്നും വേണ്ട. റെഡിയല്ലേ? അപ്പോ ഉപ്പ് കറുവാട് ഇവിടെ ആരംഭിക്കുന്നു. പോട്ടെ 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 പോട്ടെ. ബോൾ പോകുമെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അത് ബാലൻസ് ചെയ്ത് തന്നെ കൊണ്ടുപോവാ. ബാലൻസ് ചെയ്ത് വെക്കി. ഇനി മൂവ് ചെയ്യ്. നിലത്ത് പോകരുത്. ബോൾ നിലത്ത് പോവാതെ വടിയിൽ പിടിക്കാതെ, ബോൾ നിലത്ത് പോവാതെ പയ്യെ മൂവ് ചെയ്യ്. നല്ലൊരു ഗൈഡ് കൊടുത്തേ. കാരണം നല്ല ഗംഭീര മത്സരമാണ്. അവർ വളരെ റിസ്ക് എടുത്തിട്ടാണ് ഈ ഗെയിം ചെയ്യുന്നത് കണ്ടറിയാം. പോട്ടെ 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 പോട്ടെ. ഇനി ഒരുമിച്ച് പയ്യെ ബാലൻസ് ചെയ്തിട്ടിരിക്കും. പയ്യെ രണ്ടുപേരും ഒരുമിച്ച് പയ്യെ ബാലൻസ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, ഗുഡ്. അടിപൊളി. അങ്ങനെ തന്നെ പയ്യെ ബാലൻസ് ചെയ്തിട്ട് പോങ്ങ്. വെരി ഗുഡ്. പയ്യെ ബാലൻസ് ചെയ്തിട്ട് നോക്കുക. എനിക്കും ടെൻഷൻ ആവണു ദൈവം ഇത്. വേഗം വെച്ചോ. അടിപൊളി. നല്ലൊരു ഗൈഡ് കൊടുത്തേ. കൃത്യം 4 ബോൾ അവരവിടെ എത്തി. അത് ചെരിഞ്ഞു പോവാതെ പയ്യെ അവിടെ ചെല്ലാൻ നോക്കും. പയ്യെ
അതന്നെ, ബാലൻസിങ് കിടിലം, സൂപ്പർ, അടിപൊളി, നല്ലൊരു കൈഡി. ഫസ്റ്റ് റൗണ്ട് അടിപൊളി, ഗംഭീരം. വളരെ കഷ്ടപ്പെട്ടുള്ളൊരു ഗെയിം ആയിരുന്നു, പക്ഷെ അവര് അത് ചെയ്തു. എടുത്തെടുത്തോ, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് കൈയടിച്ചേ, അടിപൊളി. പോട്ടെ, റെഡി, ബാലൻസ് ചെയ്തോ. റെഡി, തുടങ്ങിക്കോ. പോട്ടെ, കൈയടിക്ക്. നല്ലൊരു കൈഡി കൊടുത്തേ. സിമ്പിൾ പറ്റും. പയ്യെ ബാലൻസ് ചെയ്യുന്നു. രണ്ടാമത്തെ ട്രിപ്പും നമ്മൾ മുന്നോട്ട് പോവാണ്. ഇവര് പുഷ്പം പോലെ 3000 രൂപയും സ്വന്തമാക്കും എന്നാണ് എനിക്ക് തോന്നണത്. ഞാൻ വിചാരിച്ചു ഇത് റിസ്ക് ആണ്, ഇത് പെട്ടുപോകുന്നാട്ടോ സത്യം എന്ന് വിചാരിച്ചത്. പോട്ടെ. ഇനി ഓറഞ്ച്. പതുക്കെ ബാലൻസ് ചെയ്ത്, നേരത്തെ നിങ്ങൾ ചെയ്തതാണ്, നിങ്ങൾക്ക് പറ്റും, ഒരു ഡൗട്ടും വേണ്ട, പറ്റും. ഓക്കെ, ആ ബോള് അതന്നെ. ഓക്കെ, അത് ഉരുട്ടുപോയി, എന്നിട്ടും ആളത് കഷ്ടപ്പെട്ടെടുത്തു. പയ്യെ വെക്ക്, എന്നിട്ട് ബാലൻസ് ചെയ്ത് നിലത്ത് വീഴാതെ. പോട്ടെ, സിമ്പിൾ, അടിപൊളി, അത്ഭുതാവഹം എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. ഗംഭീരമായിട്ട് അവര്, ദൈവമേ, 3000 രൂപ അടിപൊളിയായിട്ട് ബീന സ്വന്തമാക്കിയിരിക്കുന്നു. ബീനയുടെ കൂടെ സഹായിച്ച ഈ കൂട്ടുകാരുടെ പേരെന്താ? സെലിൻ. എന്ത് ചെയ്യുന്നു? PG സ്റ്റുഡന്റ് ആണ്. ഏതാ വിഷയം? പൊളിറ്റിക്കൽ സയൻസ്. ഒരു നല്ല കൈയടി കൊടുത്തേ. അപ്പോ വളരെയധികം സന്തോഷത്തോടു കൂടി ബാലൻസ് 2000 കൊണ്ട് തന്നേക്കാം. മൊത്തം 3000 ആണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. തരട്ടെ? ഓക്കെ. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മനം നിറച്ച്, കൈ നിറച്ച്, കൈയടിച്ച്, കപ്പടിച്ച്, ചിരി നിറച്ച്, കണ്ണിറച്ച്, പൊടി പാറിയ പൊടിപൂര സൂപ്പർ ബമ്പർ. ഇനി എന്ന് പറയുന്നത് 5000 രൂപയുടെ ഗെയിമാണ്. ഈ 5000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ 10000ത്തിലേക്കുള്ള എൻട്രി ആണ്. ഇത് ജയിച്ചാലാണ് നമ്മൾ 10000ത്തിലേക്ക് എത്തുള്ളൂ. ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചോട്ടെ എല്ലാവരും. ഹസ്ബൻഡിനോട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞേര്. റീച്ച ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, മിന്നിച്ചേക്കണേ. അപ്പൊ നമുക്ക് ലോട്ട് എടുത്താലോ? അടുത്ത ഗെയിം ഏതാണെന്നുള്ളത് റെഡി, എടുത്തോ. രൂപ 10000ത്തിലേക്കുള്ള എൻട്രി ഗെയിം കളിക്കാൻ ബീന റെഡി ആയിരിക്കുന്നു. കയ്യെത്താ ദൂരത്ത് ബീന കയ്യെത്താ ദൂരത്തേക്ക് ബോളുകൾ എത്തിക്കാൻ വേണ്ടി ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതൊന്നും തട്ടിമറിച്ചിട്ടേക്കരുത് കേട്ടോ. എന്നിട്ട് ഇതിലിരിക്കുന്ന ബോളുകൾ ഈ കയ്യിൽ കൊണ്ട് എടുക്കുക. ഓരോന്ന് എടുക്കുക. ഓരോരുത്തർ ഈ ഇതിന്റെ അറ്റത്ത് പിടിക്കണം, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവിടേക്ക് എത്തിക്കണം. നമുക്ക് 60 സെക്കൻഡ് സമയമാണുള്ളത്. 60 സെക്കൻഡ് സമയത്തിനുള്ളിൽ 10 എണ്ണം ഇപ്പുറത്ത് എത്തിച്ചാൽ മതി. ഓക്കെ, 10 എണ്ണം, 60 സെക്കൻഡ് സമയം. റെഡി അല്ലേ? ടെൻഷൻ ആയോ? ഇല്ലല്ലോ, ടെൻഷൻ ഒന്നും വേണ്ട. നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച ആളാ. ആദ്യത്തെ 2 ഗെയിമും പുഷ്പം പോലെ ജയിച്ചു പോയ ആളാ. റെഡി അല്ലേ? അപ്പൊ നമുക്ക് മത്സരം തുടങ്ങാം. ഒട്ടും വൈകിക്കേണ്ട. റെഡി, 1 2 3 സ്റ്റാർട്ട്. പോട്ടെ. പതുക്കെ ബാലൻസ് ചെയ്തെടുത്തോ. ഓരോന്നായിട്ട് എടുത്തോ. ഓരോന്നായിട്ട് എടുത്തോ. അതെ, പോതു. കൈയടിക്ക്. നിങ്ങൾ കൈയടികൾ കൂമ്പാരമാകണ്ടേ, എന്നാലല്ലേ ബീന ചേച്ചിക്ക് മത്സരിക്കാം. ഒന്ന് കുറച്ചുകൂടി സ്പീഡ് വരും. 10 സെക്കൻഡ് കഴിഞ്ഞിട്ട്. അപ്പൊ കുറച്ചുകൂടി സ്പീഡ് കൂട്ടിക്കോ. 60 സെക്കൻഡേ ഉള്ളൂ. 10 എണ്ണമാണ് എത്തിക്കേണ്ടത്. 2 25 സെക്കൻഡ് ആയിട്ടുണ്ട്. കുറച്ചുകൂടി സ്പീഡ് കൂട്ടിയെടുത്തോ. ഓരോന്നായിട്ട്. പോട്ടെ. ഒന്ന് താഴെ പോയി, കുഴപ്പമില്ല. അത് തന്നെ അങ്ങോട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുവരേ. 3. നിങ്ങളും ഒന്ന് ഉറക്കേക്ക് വിളിച്ചു പറഞ്ഞത് സപ്പോർട്ട് ചെയ്തേ. 3 എണ്ണം. 40 സെക്കൻഡ് ആയിട്ടുണ്ട്. 40 സെക്കൻഡ്. കുറച്ചുകൂടി സ്പീഡ് കൂട്ടുക, എന്നാലേ പറ്റുള്ളൂ. 40 സെക്കൻഡ് ആയിട്ട്. പെട്ടെന്ന് ആയിക്കോട്ടെ. എടുത്തു. അതിനങ്ങോട്ട് കൊണ്ടുവരേ. പോരാൻ പറ. അയച്ചു. അയ്യോ, സാരല്ല. 50 സെക്കൻഡായി. 3 എണ്ണമാണ് നമ്മൾ എത്തിച്ചത്. പയ്യ. ഇനി കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോവാണ്. 2 എണ്ണം എടുത്തു. സാരല്ല, പോട്ടെ. കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോവാ. അത് പോയി. കൗണ്ട് ഡൗൺ തുടങ്ങാം. 10 9 8 7 6 5 4 3 2 1. 4 എണ്ണമാണ് 60 സെക്കൻഡ് കൊണ്ട് എത്തിക്കാൻ പറ്റിയുള്ളൂ. ഞാൻ 6 പ്രതീക്ഷിച്ചു, പക്ഷെ സാരില്ല, പോട്ടെ. ആദ്യത്തെ 2 ഗെയിമും ബീന വളരെ സിമ്പിൾ ആയിട്ട് ജയിച്ചു. ഇത് പക്ഷെ കുറച്ച് ടാസ്ക് ആയിരുന്നു അല്ലേ?
അതെ അതെ. പക്ഷെ ഞാനൊരു 6 ഇപ്പുറത്ത് എത്തുന്ന പ്രതീക്ഷിച്ചു. 60 സെക്കൻഡ് 10 സെക്കൻഡ് ഒക്കെ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. എത്തിക്കുകയും ചെയ്തായിരുന്നു. തുടക്കമൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു 2 എത്തിയതായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം കൂടെ നിന്നില്ല ഇത്തവണ. കഴിവുണ്ട് പക്ഷെ ഭാഗ്യം കൂടെ നിന്നില്ല. 3000 രൂപ കിട്ടിയല്ലോ, സന്തോഷമായില്ലേ? സന്തോഷമായി. എന്താണ് ആ 3000 രൂപയ്ക്ക് ചെയ്യാൻ പോകുന്നത്? ആദ്യം ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കൈ കൊടുക്കും. ഹസ്ബൻഡിന്റെ കൈ കൊടുക്കും. ഹസ്ബൻഡ് അപ്പൊ തിരിച്ചു വരുമോ? സാധാരണ അങ്ങനെയാണോ? തരാറുണ്ട്, എനിക്ക് തരാറുണ്ട്. ആണല്ലേ, പോക്കറ്റ് മണി ആയിട്ട് തരും. അപ്പൊ ഇന്ന് എന്തായാലും ഇവരുടെ കുടുംബത്തിൽ ആഘോഷമാണ്. ആ ആഘോഷത്തിന് ഒന്നുകൂടി മാറ്റുകൂട്ടാൻ നമ്മൾ ഒരു സ്പെഷ്യൽ സമ്മാനം കൂടി കൊടുക്കാൻ പോവുകയാണ്. സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ നമ്മുടെ ബീന 3000 രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ് അല്ലേ? അപ്പോ 3000 രൂപ ബീനയ്ക്ക് കിട്ടിയ സ്ഥിതിക്ക് വേറൊരു ഗിഫ്റ്റ് കൂടി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാനിത് ബീനയ്ക്കല്ല കൊടുക്കുന്നത്. ഇത് ആർക്കായിരിക്കും ഞാൻ തരുന്നതെന്ന് അറിയാമോ? ആർക്കായിരിക്കും? എന്റെ മക്കൾക്ക്. ആ, കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. ബീനയുടെ 2 മക്കളുണ്ട്. മക്കളുടെ പേരൊന്നുകൂടി പറഞ്ഞേ. ജെനി ആൻഡ് ജോഹാൻ. ജെനിക്കും ജോഹാനും ഈ മിഥുൻ ചേട്ടന്റെ വക ഒരു സമ്മാനമാണ് പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അതും ഒരു ലോഡ് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടാ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം. കണ്ടതിലും പരിചയപ്പെട്ടതിലും മത്സരത്തിൽ ഒരുമിച്ച് പങ്കെടുക്കാൻ കഴിഞ്ഞതിലും എല്ലാവിധ ഭാവങ്ങളും തരുന്നു. ഒരുപാട് ഉയരങ്ങൾ വീട്ടിലുണ്ടാവട്ടെ. ഓക്കെ, നമ്മുടെ സൂപ്പർ ബമ്പർ ഇവിടെ മുക്കാഞ്ഞിരത്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ കണ്ടെത്തേണ്ടതുണ്ട്. അത് ഒരു 4 പേരും കൂടി ഇവിടെ വെയിറ്റിംഗ് ആണ്. അതിൽ ആരാണ് അടുത്ത മത്സരാർത്ഥി എന്നുള്ളത് നമ്മൾ പതിവ് പോലെ ലോട്ടിട്ട് എടുക്കുന്നതായിരിക്കും. അതിനു മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് എടുത്തേക്കാം. സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parle Hide and Seek Choco Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മത്സരാർത്ഥിയെ തെരഞ്ഞെടുക്കാനുള്ള സമയമാണ്. ഇതിന്റെ അകത്തുണ്ട് ആ രണ്ടാമത്തെ ആൾ. എടുത്തേക്കാലോ, എന്തിനാ നമ്മൾ സമയം കളയണേ അല്ലേ? രണ്ടാമത്തെ മത്സരാർത്ഥി എൽസയാണ്. എൽസ ചേച്ചി നമസ്കാരം. അയ്യോ നമസ്കാരം, ചെറിയ നമസ്കാരം. ആ, ഇങ്ങനെ വേണം ഇവിടെ കേട്ടോ. ജോലിക്ക് എന്തെങ്കിലും പോകുന്നുണ്ടോ അതോ വീട്ടിൽ തന്നെയാണോ? ഹൗസ് വൈഫാണോ? അത് തന്നെ എന്തൊരു വലിയ ജോലിയാണല്ലേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, ഒരു കുഞ്ഞ്, അനിയൻ. അനിയനും ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഭക്ഷണം പാചകം ചെയ്യണം. എന്തൊക്കെ പരിപാടിയാണല്ലേ? ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് കമ്പിപ്പണിയാണ്. കമ്പിയുടെ പണികൾ പരിപാടിയാണ്. എൽസ ചേച്ചി, നമുക്ക് അടുത്ത ലോട്ട് പരിപാടികളിലേക്ക് പോയാലോ? ഇത് പണിപ്പെട്ടിയാണ്, ഇത് പണപ്പെട്ടിയാണ്. ഇതിലാണ് നിറയെ ക്യാഷ്, ഒരു ലോഡ് പണം. ഈ ഒരു ലോഡ് പണം വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ ഇതിൽ നിന്നൊരു പണി എടുക്കണം. അതൊരു 1.5 ലോഡ് പണികളായിരിക്കും, അറിയാലോ അല്ലേ? അപ്പോൾ അതിനു മുമ്പ് നമുക്ക് സ്വയം ഒന്ന് ഫ്രീ ആവാനും എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കാനും ഒരു പാട്ട് പാടി തരാമോ? 2 പേരേ പാടുള്ളൂ കേട്ടോ. എല്ലാരും കേട്ടില്ലേ? 2 പേരേ പാടുള്ളൂ. പക്ഷെ ആ 2 പേര് പൊളിക്കും, അതെനിക്ക് ഉറപ്പാ. തുടങ്ങിക്കോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. മന്ദരക്കാവിലെ വേലപ്പുരം കാണാ എന്തടി കുഞ്ഞോളെ ഞമ്മക്കും പോരേണ്ടേ തന്താന താനാനേ താനദിനന്താനേ തന്താന താനാനേ താനദിനന്താനേ. അപ്പോ നമ്മുടെ എൽസ ചേച്ചിക്ക് 1000 രൂപ സ്വന്തമാക്കാനുള്ള ആദ്യത്തെ ഗെയിം, അതിനുള്ള പണി അത് നമ്മൾ എടുക്കുകയാണ്. അപ്പോ എൽസ ചേച്ചിക്കുള്ള ആദ്യത്തെ ഗെയിം ഉയരട്ടങ്ങനെ. 1000 രൂപയും കൊണ്ടേ വീട്ടിൽ പോകൂ എന്ന് പറഞ്ഞിട്ട് എൽസ ചേച്ചി ദേ ഇവിടെ നമ്മുടെ കോലൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഈ ബോള് ഇതിൽ വെക്കുന്നു, നമ്മൾ ഉരുട്ടി ഇതിന്റെ മുകളിലേക്ക് എത്തിക്കുന്നു. 120 സെക്കൻഡ് സമയമാണ് നമ്മൾ ചേച്ചിക്ക് കൊടുക്കുന്നത്. 120 സെക്കൻഡ് സമയത്തിനുള്ളിൽ 120-ൽ 12 ഉള്ളതുകൊണ്ട് 12 എണ്ണം ഇവിടെ എത്തിക്കുക. ഓക്കെ, റെഡി അല്ലേ? 12 എണ്ണം തുടങ്ങാം. റെഡി, 1 2 3. ഇഷ്ടംപോലെ സമയമുണ്ട്. 120 സെക്കൻഡ് ആണ്. ടെൻഷനൊന്നും വേണ്ട, നന്നായിട്ട് പ്ലാൻ ചെയ്ത് അത് തന്നെ പരിപാടി പിടികിട്ടി. വളരെ സിമ്പിളായിട്ട്. ആഹാ, ഞാനെന്തിനാ പറഞ്ഞു കൊടുക്കട്ടെ. 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം അവിടെ ചെന്നു. ഇഷ്ടംപോലെ സമയമുണ്ട്, പയ്യെ ചെയ്താൽ മതി. 12 എണ്ണം മതി. രണ്ടാമത്തതും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്ത 10 സെക്കൻഡ്.
പോട്ടെ പോട്ടെ, പയ്യെ എടുത്താൽ മതി. റിസ്ക് ടെൻഷൻ ഒന്നും വേണ്ട. ഒരെണ്ണം എടുത്താൽ ഈ കൂട്ടത്തിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഒരെണ്ണം അങ്ങോട്ട് കയറിക്കോളൂ. അത് തന്നെ. റെഡി റെഡി. കിട്ടും കിട്ടും. 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. പോട്ടെ 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 പോട്ടെ. 3 എത്തിയിട്ടുണ്ട്. 3 ഒന്ന് നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്, നന്നായിട്ട് നന്നായിട്ട്. 40 സെക്കൻഡ് 4 ആഹാ, കറക്റ്റ് കണക്കാട്ടോ ആള് പോയിക്കൊണ്ടിരിക്കുന്നത്. 40 സെക്കൻഡ് 4 ഇട്ടിരിക്കുകയാണ്. ഇതിപ്പോ 50 സെക്കൻഡ്. ഇങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആണ് പരിപാടി. പോട്ടെ പോട്ടെ പോട്ടെ. നല്ല കൈഡി. അത് നിർത്തി വേണ്ട, അങ്ങനെ നിർത്തി പിടിക്കണ്ട. കിട്ടും 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 കിട്ടും. അതെ, പോന്നു. പോട്ടെ പോട്ടെ പോട്ടെ. 6 അവിടെ എത്തിയിരിക്കണം. ഇനി 6 കൂടി അവിടെ എത്തിയാൽ മതി. 6 നമ്മൾ അവിടെ ഓൾറെഡി എത്തിച്ചു. ഇനി 6 കൂടി അവിടെ എത്തിച്ചാൽ മതി. ഇപ്പൊ 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി 1 മിനിറ്റ് കൂടി കയ്യിലുണ്ട് ധൈര്യമായിട്ട്. അതായത് 60 സെക്കൻഡ് കൂടി കയ്യിലുണ്ട്. അതെ, അത് തന്നെ. കറക്റ്റ്. ആ ഐഡിയ നേരത്തെ പ്രയോഗിക്കാമായിരുന്നു. ഇപ്പൊ ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 7 എത്തിട്ടോ. 7 എത്തി. പോട്ടെ പോട്ടെ. 70 സെക്കൻഡ് കഴിഞ്ഞു. ടോട്ടൽ 70 സെക്കൻഡ് കഴിഞ്ഞു. അതെ, തുടക്കം മേലെ. അച്ചോ, 2 പോയി. നമുക്ക് ഓരോന്ന് മതി. വെറുതെ എന്തിനാ റിസ്ക് മേടിക്കണേ? ധൃതി വെക്കണ്ട. അത് തന്നെ. പോട്ടെ. 8 എണ്ണം 80 സെക്കൻഡ്. പോട്ടെ 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 പോട്ടെ. അടിപൊളി. നന്നായിട്ട് കയറിക്കും. നിങ്ങളൊരു ഒക്കെ പറ ആൾക്ക്. അയ്യോ, പുറത്തേക്ക്. സൂക്ഷിച്ച് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കിക്കോ. 90 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 9 എണ്ണം അവിടെ എത്തിയിരിക്കുകയാണ്. 9 എണ്ണം. ഇനി 3 എണ്ണം കൂടി ബാക്കി അവിടെ എത്താനുള്ളൂ. 40 സെക്കൻഡ് സമയം. 10 എണ്ണം. ഇനി 2 എണ്ണം കൂടി ഇവിടെ എത്തിച്ചാൽ മതി. 2 എണ്ണം കൂടി. 11. ലാസ്റ്റ് വൺ. സമയം പോകുന്നു. കൗണ്ട് ഔട്ട് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ലാസ്റ്റ് 1 ആണ് നമ്മളിവിടെ എത്തിക്കേണ്ടത്. എല്ലാവരും നന്നായിട്ട് കയറിച്ച് പ്രോത്സാഹിപ്പിച്ച്. കിട്ടും. ഇത് കൗണ്ട് ഔട്ടിലേക്കൊന്നും പോകുന്നില്ല. അതേ, ആള് 12 എണ്ണം എത്തിച്ചിരിക്കുന്നു. സൂപ്പർ, അടിപൊളി. എൽസ ചേച്ചിക്കുള്ള 1000 രൂപ കൊടുക്കാൻ പോവാണ്. അതിലൊന്നും ഒട്ടും വൈകിക്കുന്നില്ല നമ്മള്. സന്തോഷം കണ്ട ആളുടെ. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. സന്തോഷായില്ലേ? എല്ലാ സൈഡിൽ നിന്നും ആർപ്പുളിയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് 2000 രൂപയുടെ റൗണ്ടാണ്. അത് 3000ലേക്കുള്ള എൻട്രി ആണ്. ആ എൻട്രി എന്ന് പറയുന്നത് നിർണായകമാണ്, അറിയാലോ. നമുക്കപ്പോൾ അതിനുള്ള ലോട്ട് എടുക്കാം. എന്താണ് പണി എന്ന് നോക്കാം. പേര് എന്തായാലും വളരെ സിമ്പിൾ ആണ്. ഗെയിമിന്റെ പേര് ചരടുവലി എന്നാണ്. ഈ ഗെയിം എന്താന്ന് വെച്ചാലേ, നമ്മൾ എന്തായാലും ഒരു 2 കൂട്ടുകാരിമാരെ വിളിക്കേണ്ടി വരും. എന്നിട്ട് ഒരു 2 കളർ ചരട് തരും. അത് 2 പേര് വലിച്ചു പിടിച്ചത് ഇങ്ങനെ നിൽക്കണം. സെന്ററിൽ ഒരാളെ നിർത്തിയിട്ട് അതിനകത്തേക്ക് നമ്മളൊരു പാത്രം വെച്ച് തരും. അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ ഒരു കോൺ വെച്ചിട്ടുണ്ടാവും. അതിലിട്ടിട്ട് പോരുക. അതാണ് ചരട് വലി. ചരട് നന്നായിട്ട് വലിച്ചു പിടിച്ചാലാണ് ഇത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതാണ് ഗെയിം. അതൊക്കെ കേട്ടപ്പോൾ ആളൊന്ന് ടെൻഷൻ ആയിട്ടുണ്ട്. എനിക്കത് കണ്ടാൽ മതി. എന്തിനാ ടെൻഷൻ അല്ലേ? അപ്പോ ചേച്ചിയുടെ അടുത്ത മത്സരം ചരട് വലി. 100 സെക്കൻഡ് സമയമാണ് ഇവർക്കുള്ളത്. 100 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഇതിൽ നിന്നും 8 എണ്ണം അപ്പുറത്തെത്തിക്കുക. റെഡി അല്ലേ? 1 2 3 സ്റ്റാർട്ട്. യുദ്ധകാഹളമൊക്കെ മുഴങ്ങി കഴിഞ്ഞു. നല്ല ബാലൻസിംഗ് ആണ്. ബാലൻസ് ചെയ്ത് പോവുക. താഴെ നോക്കുക. അത് നിലത്ത് വീഴാതിരിക്കുക. മുന്നോട്ട് പോവുക. പറയേണ്ട കാര്യമില്ല, അവരത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിൾ. ദൈവമേ, ഇപ്പൊ പോയേനെ. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. എല്ലാവരും ടെൻഷൻ അടിച്ച് കാണും. ഇവരെക്കാൾ കൂടുതൽ ടെൻഷനാ കണ്ടു നിൽക്കുന്നവർക്ക് തോന്നുന്നു. അത് വീഴോന്ന്. വെരി സിമ്പിൾ. അവരത് അവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്നു. ഓടിവാ. അവിടെ വരെ എത്തിയിട്ട് ഇത് മുറ്റത്ത് ചെന്ന് കലോടച്ചു എന്ന് പറഞ്ഞ പോലെ പോയല്ലോ. 30 സെക്കൻഡ് കഴിഞ്ഞു കേട്ടോ. മൊത്തം 100 സെക്കൻഡാണ്. പോട്ടെ കിട്ടും. അത് തന്നെ നിങ്ങൾക്ക് സാധിക്കും. ബാലൻസിങ് അടിപൊളി. അവിടെ ചെന്നിട്ട് ഒന്ന് സൂക്ഷിച്ചത് അതിനകത്തേക്ക് ഇട്ടേ. നിങ്ങൾക്ക് പറ്റും. നന്നായിട്ട് പറ്റും. നന്നായിട്ട് കൈയടിച്ച്. എന്താ നിങ്ങൾ അവിടെ ചെലവ് കളയണേ? കിട്ടും.
അവിടം വരെ നന്നായിട്ട് ബാലൻസ് ചെയ്തിട്ടാണല്ലോ പോയത്. ഒരേപോലെ പോ എന്നിട്ട് പൊക്ക്, അപ്പൊ കിട്ടും. നന്നായിട്ട് കൈയടിച്ച് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാനിട്ടാണോ? അവരുടെ ടെൻഷൻ അടുപ്പിക്കല്ലേ, അവർക്ക് ജയിക്കാനുള്ളതാണ്. ഓക്കെ, 60 സെക്കൻഡ് കഴിഞ്ഞു. പയ്യെ അത് തന്നെ, അത് തന്നെ. ഇനി പതുക്കെ സ്ട്രെയിറ്റ് പൊക്ക്. കറക്റ്റ്, പൊക്ക്. 3 എണ്ണവും പോയോ? സാറിന് പോട്ടെ. 70 സെക്കൻഡ് കഴിഞ്ഞു. റെഡി. പറ്റും. ടെൻഷനൊന്നും വേണ്ട കേട്ടോ, പോട്ടെ. പയ്യെ. 80 സെക്കൻഡ് കഴിഞ്ഞു. പയ്യെ. പറ്റ്. ഇത് നമ്മൾ അതിൽ ഇടും, ഒരു ഡൗട്ടും ഇല്ല. അത് നമ്മൾ അതിനകത്ത് ഇടും, അത്രേ ഉള്ളൂ. വാ അടുത്തെടുക്ക്. സമയം കഴിയാറായിട്ടുണ്ട് ഏതാണ്ടൊക്കെ, പക്ഷെ ടെൻഷൻ വേണ്ട. 90 സെക്കൻഡായി. നിങ്ങൾ ട്രൈ ചെയ്യും. ഞാൻ കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോകണം എന്തായാലും. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. 2 എണ്ണമാണ് ഇവർക്ക് എത്തിക്കാൻ സാധിച്ചുള്ളൂ. പക്ഷേ എല്ലാവരും ആകെ ഷോക്കായിട്ട് നിൽക്കണം. എന്താ ഇവർ തോറ്റായിരുന്നു? അത് പറ്റില്ല. തോറ്റാലും നല്ല കൈയടി കൊടുക്കണം. ഗംഭീര മത്സരമായിരുന്നു. ഇത് ഇത്തിരി ടാസ്ക് ആയിരുന്നു. നിങ്ങൾ പക്ഷെ അത് കറക്റ്റ് അവിടെ എത്തിച്ചു. എന്ത് പറ്റി? അവിടെ ചെന്നപ്പോ എന്ത് പറ്റി? ടെൻഷൻ ആയി പോയോ? എനിക്ക് ഹൈറ്റ് കുറവല്ലേ, അതായിരുന്നു കാര്യം. അതുകൊണ്ട് പോയതാണെന്നാണ് കേട്ടത്. പക്ഷെ നിങ്ങൾ 2 എണ്ണം സിമ്പിൾ ആയിട്ട് ഇട്ടല്ലോ. അത് ആന്റി പിന്നെ പൊക്കി സഹായിച്ചു. ആദ്യമേ അത് ചെയ്താൽ മതിയായിരുന്നു അല്ലേ? സാറില്ല. എന്തായാലും തോറ്റയിൽ വിഷമമുണ്ടോ? ഒരിക്കലും ഇല്ല. എന്താണ്? എനിക്ക് ജയിക്കണമെന്നൊന്നുമില്ല, ഒന്ന് പങ്കെടുത്താൽ മതി. അപ്പൊ 1000 രൂപ എനിക്ക് തിരിച്ചു തരൂ. തീർച്ചയായിട്ടും നന്നായിരിക്കും. വേണ്ട, എന്തായാലും അത് വേണ്ട. നമ്മൾ വളരെ വളരെ സന്തോഷത്തോടുകൂടി 1000 രൂപ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കുന്നു. എൽസ ചേച്ചിക്കുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് ഇതാ എന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഒന്ന് ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട്. ഓക്കെ, സന്തോഷായില്ലേ? ഇനി ഇതും കൂടി വേണ്ടേ? അതും വേണം. അതും എന്തായാലും തരും. ക്വാൻലി ഇന്നർവെയർ നൽകുന്ന മറ്റൊരു അടിപൊളി സമ്മാനമുണ്ട്. നല്ലൊരു കൈയടി കൊടുത്തേ. അപ്പൊ താങ്ക് യു ചേച്ചി, ടാറ്റ. അപ്പോ പായിപ്പാട് മുക്കാഞ്ഞിരത്തായിരുന്നു ഇന്നത്തെ നമ്മുടെ സൂപ്പർ ബമ്പർ. പായിപ്പാട് എന്ന് കേൾക്കുമ്പോ പായിപ്പാട്ടാറ്റിൽ വള്ളംകളി അല്ലേ? പായിപ്പാട്ടാറ്റിൽ വള്ളംകളി അതാണ് എനിക്ക് ഓർമ്മ വരാറ്. എന്തായാലും മുക്കാഞ്ഞിരം വരെ വരാനും ഇവിടെയുള്ള നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ അംഗങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ സി കേരളം സൂപ്പർ ബമ്പറിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാളെ ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിലായിരിക്കാം, നിങ്ങളുടെ ഇടയിലായിരിക്കും നമ്മൾ ഇത്തരം ഗെയിമും ഒക്കെ ആയിട്ട് വരുന്നത്. 25,000 രൂപയുടെ ബമ്പർ പ്രൈസുമായിട്ട് വരുന്നത്. ആരാണ് അത് അടിച്ചെടുക്കുന്ന ഭാഗ്യവാൻ എന്നറിയാൻ ഞാനും കൊതിയോടെ കാത്തിരിക്കുകയാണ്. തൽക്കാലം വിടവാകുന്നു. ഇത് സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. ഗുഡ് ബൈ.